പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായിത്തീരുവാൻ ദൈവം തന്ന നല്ല കൃപകളെ ഓർത്തു സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 94-14 വാക്യം. യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ദൈവവുമായി ആത്മീയമായി ബന്ധം സ്ഥാപിച്ച് പിന്തുടരുന്ന, അതായത് പരമാർത്ഥതയുള്ളവരായി വിശ്വസ്തരായി ദൈവസന്നിധി നിലനിൽക്കുന്നവരെ ദൈവം ഒരു നാളും തള്ളിക്കളയുകയില്ല. അതുമാത്രമല്ല, ലോകത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, മറ്റുള്ളവരിൽ നിന്ന് മുറിവേൽക്കുന്ന എന്തെങ്കിലും കടന്നു വന്നാലും നാം പേടിക്കേണ്ടതായ കാര്യമില്ല. കാരണമുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. യഹോവ തൻ്റെ ജനത്തെ കൈവിടുകയില്ല, തള്ളിക്കളയുകയുമില്ല. പ്രിയമക്കളെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ ദൈവിക വചനം എപ്പോഴും നമ്മളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നാം ധൈര്യത്തോടിരിക്കണം. എബ്രായർക്കെഴുതിയ ലേഖനം 13:6 പറയുന്നുണ്ട്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഹല്ലേലൂയ എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. പ്രിയമക്കളെ, നമ്മുടെ ഭൗതിക സമ്പത്തുകൾ എത്രമാത്രം പരിമിതമായാലും നോക്കൂ, നാം ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോന്നുവെങ്കിലും ഹല്ലേലൂയ പ്രിയമക്കളെ, നമ്മെ വിചാരിക്കുന്ന ഹല്ലേലൂയ നാം വിചാരിക്കരുത് നമ്മെ ആരും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന്. ദൈവം എന്നെ കൈവിടുകയില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഹല്ലേലൂയ. നോക്കൂ, ജീവിത സാഹചര്യങ്ങൾ ഉയർച്ചകളും താഴ്ചകളും അനുഭവിക്കും. ഹല്ലേലൂയ. ദുഃഖവും സന്തോഷവും കടന്നു വരും, നഷ്ടവും ലാഭവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രിയമക്കളെ, ഹല്ലേലൂയ നമ്മെ ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാത്ത നല്ല കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നാം ഒന്ന് ജോസഫിനെ നോക്കൂ, ഒന്ന് ചിന്തിച്ച് ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടു. എന്നിട്ടും എന്താണ്? ദൈവം അറിയാതെയല്ല ആരുടെയും ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുന്നത് നാം ഓർക്കുക. ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു എന്ന് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. പ്രിയമക്കളെ, വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയോടൊപ്പവും നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. ദൈവം ഓരോ വ്യക്തിയെയും വിവിധ രീതികളിൽ കൂടിയാണ് ഉപയോഗപ്രദമാക്കുന്നത്. ദൈവം യോശുവ തെരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. പ്രിയമക്കളെ നോക്കൂ, ഹല്ലേലൂയ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. നോക്കേ, കർത്താവ് പച്ചന് ഒരുവനെ ഹല്ലേലൂയ ഒരുക്കിയെടുക്കണമെങ്കിൽ, പ്രയോജനപ്രദമാക്കണമെങ്കിൽ ഹല്ലേലൂയ എത്രമാത്രം പ്രയാസഘട്ടങ്ങളിലൂടെ നാം കടന്നു പോയാലും നമ്മെ കാര്യമായിട്ട്, നമ്മെ നന്നായിട്ട് നോക്കുന്ന നല്ല പിതാവാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. പ്രിയമക്കളെ, മാനുഷികമായിട്ട് നോക്കുമ്പോൾ നാം ദൈവഭാഗത്ത് കടന്നു വന്ന പലവിധമായ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ നാം ഒരു കാര്യം ഓർക്കുക, മോശയോട് കൂടെ ഇരുന്നതുപോലെ എന്നോട് കൂടെയും എൻ്റെ ദൈവം ഇരിക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞെരുക്കത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ കരം പിടിച്ച് വേണ്ടുന്നതായി കാര്യങ്ങൾ നിർവഹിച്ച് നമ്മെ വഴി നടത്തും. നാം പലതിനെ പറ്റി ചിന്തിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 6:30 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നമ്മൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ഹല്ലേലൂയ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ
അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രിയമക്കളെ, ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവും, എങ്ങനെയായിരിക്കുമെന്ന് ഭാരത്തോടിരിക്കുമ്പോൾ ഇവിടെ പറയാണ്, അല്പവിശ്വാസികളെ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഇതുപോലെയാണ്, നമ്മുടെ വിശ്വാസം അല്പവിശ്വാസമായി തീരും. ഹല്ലേലൂയ. നോക്കൂ, വയലിലെ പൂവിനെ പോലെ. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ എത്രമാത്രം നന്നായിട്ട് ചമയിക്കുന്നുവെങ്കിൽ നമ്മെ എത്രയധികമായിരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം അങ്ങ് വിശ്വസിച്ചാൽ മതി. നമ്മുടെ കർത്താവ് സ്വന്തം സ്വരൂപത്തിൽ നമ്മെ നിർമ്മിച്ചപ്പോൾ, ഹല്ലേലൂയ, അപ്പച്ചൻ അറിയാമല്ലോ എന്തെല്ലാമാണ് നമ്മുടെ ആവശ്യമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് അത് നടത്തിത്തരും. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവരാജ്യത്തെയും നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തി ജീവിതത്തിലെ ഭാവി കാര്യങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പ്രിയ മക്കളെ, ദിനവൃത്താന്തങ്ങൾ പുസ്തകം 2:15 പറയുന്നുണ്ട്, നിങ്ങൾ യഹോവയോട് കൂടി ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടി ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. പ്രിയ മക്കളെ, നമ്മൾ യഹോവയെ കണ്ടെത്തുന്നവരായി, ഹല്ലേലൂയ, ദിനംതോറും അന്വേഷിക്കുന്നവരായിരിക്കണം. അന്വേഷിച്ച് കണ്ടെത്തുന്നവരിൽ ദൈവിക സമാധാനം, ഹല്ലേലൂയ, ലഭിപ്പാൻ ഇടയായിത്തീരും. പ്രിയ മക്കളെ, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഉറച്ചു നിൽപ്പാൻ സാധിക്കും. ഹല്ലേലൂയ. നോക്കൂ, ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ദാവീദ് പറയുന്നുണ്ട് 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തില്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തോളും. പ്രിയരെ, നോക്കൂ, ഹല്ലേലൂയ. ഇന്ന് ഇത് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ, ഹല്ലേലൂയ, ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ. ഏത് നീറുന്ന അവസ്ഥയിലും കുടുംബക്കാർ പോലും തള്ളി പറയുമ്പോഴും, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, നോക്കൂ, ദാവീദ് പറയാ, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ലോകം നമ്മെ പകയ്ക്കും, നിന്ദിക്കും, പലരിൽ നിന്നും നമ്മെ അകറ്റി നിർത്തും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:18 പറയുന്നുണ്ട്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പ്രിയരെ, നാം ലോകത്തിലുള്ളവരല്ല, ദൈവത്തിനുള്ളവർ തന്നെയാണ്. ഹല്ലേലൂയ. നാം മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കണം. ദൈവത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുവാൻ, ഹല്ലേലൂയ, ഇടയായിത്തീരണം. കഷ്ടതയിൽ കടന്നു പോകുന്നവരെ സഹായിക്കണം, എങ്കിൽ മാത്രമേ ദൈവം നമ്മയും സഹായിക്കുകയുള്ളൂ. പ്രിയ മക്കളെ, യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുക. ഹല്ലേലൂയ. ലോകക്കാർ നമ്മെ നിന്ദിച്ചപ്പോഴും തള്ളിക്കളഞ്ഞപ്പോഴും കർത്താവിന് നമ്മോട് ഇഷ്ടം തോന്നി. ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും, ഹല്ലേലൂയ, പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ലോകം എന്നെ പകയ്ക്കുന്നു, ആരും എനിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ, പ്രിയ മക്കളെ, നിങ്ങളെ, ഹല്ലേലൂയ, വിചാരിക്കുന്ന, നിങ്ങളോട് കൂടെ നിൽക്കുന്ന നല്ല പിതാവ്, ഹല്ലേലൂയ, ഇവിടെ പറയുന്നുണ്ട്, യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ഹല്ലേലൂയ. നമുക്ക് തരുന്ന അവകാശത്തെ, നമ്മുടെ അവകാശം ആരും കൊണ്ടുപോകാൻ കർത്താവ് അനുവദിക്കില്ല. പ്രിയ മക്കളെ, നമുക്ക് വിശ്വാസത്തോട് മുന്നേറാം. കർത്താവിന്റെ കരങ്ങളിൽ, ഹല്ലേലൂയ, ആരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല, നിങ്ങളെ കരം പിടിച്ചു നടത്തുവാൻ കർത്താവ് അടുക്കലേക്ക് വരും. നമുക്ക് വിശ്വസിച്ച് മുന്നേറാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അപ്പച്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭാരത്തോട് പ്രയാസത്തോട് ഇരിക്കുന്ന മക്കളെ തള്ളിക്കളയാത്ത നല്ല പിതാവ് കൂടെ ഉണ്ടല്ലോ. കർത്താവ് അപ്പച്ച, നിന്റെ മക്കളെ ചേർത്തണയ്ക്കണമേ. ഇന്നത്തെ വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ എൻ്റെ അപ്പച്ച സഹായമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവപ്പച്ചൻ കൂടെ ഇരിക്കണം. ആവശ്യങ്ങൾ അറിഞ്ഞ ഓരോ മക്കളെ സഹായിക്കണേ അപ്പച്ച. അടുക്കലേക്ക് ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ അവരുടെ അടുക്കലേക്ക് ചെന്നല്ലോ. ഹല്ലേലൂയ. പലരും കർത്താവെ ഭാരത്തോട് പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ യേശു അപ്പച്ചൻ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ടുന്നതായ വഴികൾ ഒരുക്കി കൊടുക്കണേ അപ്പച്ച. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കാൻ ദൈവപ്രവൃത്തി വെളിപ്പെടണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ.